ഹലോ. അപ്പോൾ ഇന്ന് 77ാമത് റിപ്പബ്ലിക് ഡേ ആണ്. അപ്പോൾ എൻ്റെ അവസ്ഥ ഇതാണ്. തുമ്മലെന്ന് പറഞ്ഞാൽ അയ്യോ എൻ്റെ പൊന്നി, ഉറങ്ങാൻ പറ്റൂല, ഒന്നും വയ്യ, തുമ്മലോ തുമ്മൽ. ഇന്നപ്പോൾ ഡ്യൂട്ടി ഇല്ല, ഇന്ന് ഓഫാണ്. അപ്പോൾ ഞാനോർത്തല്ല എന്നോട് പറയിട്ട് പോയത് പായസം വെക്കണമെന്ന്. അപ്പം എൻ്റേതായിട്ടുള്ള രീതിയിലൊരു കാട്ടിക്കൂട്ടൽ. ഞാൻ വലിയ എക്സ്പേർട്ടോ കാര്യങ്ങളോ ഒന്നുമല്ല. അപ്പം എക്സ്പേർട്ടായിരിക്കുന്നവരോട് ഹൃദയപൂർവ്വം മാപ്പ് ഞാൻ ചോദിക്കുന്ന ആദ്യമേ തന്നെ. വലിയ രീതിക്കൊന്നുമില്ല, ചെറിയ രീതി. നമ്മൾ നാട്ടിൽ നിന്ന് വന്നപ്പം കൊണ്ടുവന്ന ഒരു ഇതാണ്. ഒരെണ്ണം ഞങ്ങൾ ഓൾറെഡി കഴിച്ചു, ഇനി ഒരെണ്ണം കൂടി ഇരിപ്പുണ്ട്. കണ്ട അപ്പോൾ അടപ്പായസം ഉണ്ടാക്കാം എൻ്റേതായിട്ടുള്ള രീതിയിലായിട്ട്. ഒത്തിരി കുറവുകളും കുറ്റങ്ങളും ഒക്കെ ഉണ്ടാകും, പക്ഷേ ആരും അത് കണക്കിലെടുക്കരുത്. കാര്യം ഇത് എൻ്റേതായിട്ടുള്ള രീതിയിൽ ഞാൻ വെക്കുവാണ്. നോക്കാം. ഇതാ ഈ ശുണ്ടാപ്പിയെ കുറച്ചെടുക്കാം, കുറച്ചേ ഉള്ളൂ. ഇവനെ നമുക്ക് തിളപ്പിക്കാം. ഒരു ഡിസ്ക്ലൈമർ എന്നൊക്കെ പറയത്തില്ലേ, അതേപോലെ പറയാം. ഞാൻ ചെയ്യുന്നത് ആരും അനുകരിക്കരുത്. അപ്പം അവനെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. അടുത്തത് നമുക്ക് വെള്ളം വെക്കാം, അട വേവിക്കാനെ കൊണ്ട്. നാട്ടിൽ പോയ സമയത്ത് തേങ്ങ കുറച്ച് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. കുറച്ചെന്നാലും ഓടാനുള്ള തേങ്ങയുണ്ട്. അപ്പോൾ ഇനി നമുക്ക് തേങ്ങ വെട്ടി പറയെടുക്കാം. എത്ര വെട്ടിൽ തേങ്ങ പൊടിയെന്ന് നമുക്ക് നോക്കാം. എന്നെ കത്താതെ 5-8 വെട്ട് വെട്ടേണ്ടി വരുമോ നോക്കാം. 1 2 3 4 5 7 8. ബാക്കിയൊന്നും കണക്കിലെടുക്കരുത്, നമുക്ക് കുഞ്ഞു വെട്ട. അപ്പോൾ വെള്ളം തിളച്ച് നമുക്ക് അടയിടാം. ഇവിടെ കിട്ടാത്ത ഒന്നാണ് ഈ സാമ്പാർ. ഇവിടെ കിട്ടാൻ ഭയങ്കര പാടാണ്. അതുകൊണ്ട് നാട്ടിൽ നിന്ന് കയറിയപ്പോൾ നമ്മൾ 2 പാക്കറ്റ് മേടിച്ചിട്ടായിരുന്നു. ഒരെണ്ണം കഴിഞ്ഞു, ഇനി ഇതോടെ തീർത്താൽ ഒരു മനോസുഖം, ഒരു കുളിർമ. നമുക്ക് തേങ്ങാപ്പൂൾ എടുക്കാം. തേങ്ങ പീസുകൾ നമ്മൾ തോണ്ടി എടുക്കാം. ഇനി നമുക്കതിനെ ചെറിയ ചെറിയ പീസുകളായിട്ട് ചെറിയ കനത്തിൽ നമുക്കിങ്ങനെ കുനുകുനാന്ന് അരിഞ്ഞെടുക്കാം. നമുക്ക് ഈ അട വെന്ത്, അപ്പം പച്ചവെള്ളം കൂടെ ഒഴിച്ചിട്ട് അത് ഊറ്റി വരാം. തേങ്ങാപ്പാലിനുള്ള തേങ്ങ എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് 1-ാം പാലും 2-ാം പാലുമായിട്ട് മാറ്റിയിട്ട് വരാൻ കേട്ടോ. ബായ്. അപ്പോൾ അടപ്പായസത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാധനമുണ്ട്. അത് ആദ്യമേ ചെയ്യേണ്ട ഒരു കാര്യമായിരുന്നു, എല്ലായിടത്തും മാറ്റി വെക്കേണ്ട ഒരു സംഭവമാണ്. ഇപ്പോഴാണ് ഓർത്തത്. ശർക്കര പാനിയാക്കാൻ ആദ്യമൊക്കെ ഇത് ചെയ്യേണ്ടിയിരുന്നു. ആർക്കായാലും ഒരു അബദ്ധം പറ്റുമ്പോഴേക്കാം ശർക്കര പാനിയാക്കുക ആദ്യം ചെയ്യേണ്ട കാര്യമാണ്. ഇടയ്ക്കിടയ്ക്ക് ഇത് പതിവാണ്, ഞാൻ വെക്കുന്നത്. GRB നെയ്യിൽ നമുക്ക് കശുവണ്ടി, മുന്തിരി, തേങ്ങാക്കൊത്ത് ഇവ നമുക്ക് എന്താ പറയുക ചെയ്തെടുക്കാം. ഏതാ തേങ്ങാക്കൊത്ത്, അണ്ടിപ്പരിപ്പ്, മുന്തിരി, അടയിട്ട് നെയ്യിൽ ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് ഇനി 2-ാം പാൽ ഇട്ട് ഇനി നമുക്ക് ശർക്കര പാനി ഒഴിക്കാം. ഇനി നമുക്ക് ഏലക്ക ചതച്ചാൽ. അപ്പം ഏലക്ക ഇട്ടു. ഇനി അശാൻ അടുപ്പത്ത് നിന്ന് തിളക്കുകയാണ്. ഇനി 1-ാം പാലൂടെ ഒഴിക്കണം.
ഇടവേളകൾ മനോഹരമാക്കാൻ ഇടയ്ക്ക് തുണി കൊണ്ട് ഇങ്ങനെ തുടയ്ക്കൂ. അപ്പോൾ ഇടയ്ക്ക് കൈയൊക്കെ പൊള്ളും. അന്നേരം നല്ല കുളിർമ കിട്ടും. എനിക്ക് ആ സ്വഭാവം ഉണ്ട്, എനിക്ക് കിട്ടിയിട്ടുണ്ട് ഇഷ്ടം പോലെ. ഇപ്പോൾ കാണാൻ പറ്റുന്നിടത്തില്ല, ഇവിടെയൊക്കെ ഉണ്ട്. ഇനി നമുക്ക് ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മുടെ ഇതെല്ലാം ചേർക്കാം. ഗൈസ്, അപ്പോൾ ഞാനുണ്ടാക്കിയ പായസം എങ്ങനെയുണ്ടെന്ന് കുടിച്ചിട്ട് ചാച്ചൻ പറയും. കുടി, എന്നിട്ട് പറയും. കൊള്ളാം.